മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രിമഴ. ഒരു ഞായറാഴ്ച സുധീഷിനും നിരഞ്ജനയ്ക്കുമൊപ്പം ചെലവഴിക്കാൻ എത്തിയതായിരുന്നു സ്നേഹപ്രഭയും കുടുംബവും. വണ്ടർലായിലും മറൈൻ ഡ്രൈവിലുമായി പകൽ മുഴുവൻ അവർ ചുറ്റിക്കറങ്ങി. അത്താഴം ഫ്ലാറ്റിൽ പാകം ചെയ്യാൻ നിരഞ്ജനയും സ്നേഹപ്രഭയും തീരുമാനിച്ചിരുന്നു. 9 മണിക്ക് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചു. നിരഞ്ജനയും സ്നേഹപ്രഭയും സുധീഷിനും ഫൈസൽ മുഹമ്മദിനും ഭക്ഷണം വിളമ്പി. റസാനിയെ എല്ലായിടത്തും കൊണ്ടു നടന്നതും അത്താഴവേളയിൽ അരികിൽ പിടിച്ചിരുത്തിയതും നിരഞ്ജനയായിരുന്നു. കുഞ്ഞിനോടുള്ള നിരഞ്ജനയുടെ മനോഭാവവും വിഷയത്തിലേക്ക് കടക്കാൻ ഫൈസൽ മുഹമ്മദിന് ഒരു പഴുതായി. സത്യം പറയാലോ, സുധിയുടെ മനസ്സറിയാൻ കൂടിയ ഞങ്ങളുടെ വരവ്. വിഷയം വളച്ചു കെട്ടാതെ പറയാം, ഒരു കുഞ്ഞിനെ ദത്തെടുക്കലാണ്. സുധീഷിൻ്റെ മുഖത്തെ സന്തോഷം വാങ്ങുന്നത് എല്ലാവരും കണ്ടു. അത് ഞങ്ങൾ സംസാരിച്ച് ക്ലോസ് ചെയ്ത മാറ്ററാണ് ഫൈസി. നിരഞ്ജനയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയാം. സുധിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്, ഫൈസൽ മുഹമ്മദ് പറഞ്ഞു. ആ പ്രയോഗം ശരിയല്ല ഫൈസി. സുധി എനിക്ക് വേണ്ടിയാ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്, നിരഞ്ജന തിരുത്തി. ദാമ്പത്യ ജീവിതത്തിലെ അടിത്തറ ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയുമാണ്. അത് കഴിഞ്ഞേ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിന്നെ എന്തുമുള്ളൂ. ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾ തമ്മിൽ അതുണ്ട്. നിരഞ്ജനയുടെ വ്യക്തിത്വം മനസ്സിനെ സ്പർശിച്ചതുകൊണ്ട് മാത്രമാണ് പോരായ്മകൾ അറിഞ്ഞ് വിവാഹത്തിന് സുധി തയ്യാറായത്. അപൂർവം പേർക്ക് മാത്രമേ സുധിയുടെ മനസ്സുണ്ടാവൂ. സുധീഷിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയാത്ത മട്ടിലായിരുന്നു ഫൈസൽ മുഹമ്മദ് സംസാരിച്ചത്. സുധീഷ് നിരഞ്ജനയെ നോക്കി. അവൾ മന്ദഹസിച്ചു. ഒരു കുഞ്ഞ് നിങ്ങൾക്ക് വേണം സുധി. കുഞ്ഞുങ്ങൾ ഈശ്വരൻ്റെ വരദാനം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം, സ്നേഹപ്രഭ യാചനയെപ്പോലെ പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ദത്തെടുക്കലിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ എങ്ങനെയൊക്കെ വളർത്തിയാലും ആ കുട്ടി സത്യങ്ങൾ തിരിച്ചറിയും. സുധീഷ് മനസ്സ് തുറന്നു. ദത്തെടുത്തെന്ന് ആരും അറിയാതെ ഒരു ചോരക്കുഞ്ഞിനെ ഞാൻ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചാലോ? സുധീഷ് വീണ്ടും നിരഞ്ജനയെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം അവൾ മനസ്സിലാക്കി. സുധി വിശ്വസിക്കണം. എൻ്റെ മൗനസമ്മതത്തോടെയല്ല ഫൈസി സംസാരിക്കുന്നത്, അവൾ പറഞ്ഞു. ഒരിക്കലുമില്ല സുധി, നിരഞ്ജനയ്ക്കിതിൽ ഒരു പങ്കുമില്ല. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് അന്യരല്ല. സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാൻ ഞങ്ങൾക്കുള്ള ഏക സ്ഥലം നിങ്ങളുടെ വീട് മാത്രമാണ്. ആത്മാർത്ഥമായിട്ടാണ് ഫൈസൽ മുഹമ്മദ് പറഞ്ഞത്. കുറച്ചു നേരം ആരും ശബ്ദിച്ചില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് അമ്മ ഉപേക്ഷിച്ച് കടന്ന ഒരു ചോരക്കുഞ്ഞിനെ പോലീസിന് കിട്ടി. ഇത്തരം സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. സുധി വില്ലിങ് ആണെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് തരാം. മറ്റൊരാളും ഈ സത്യം അറിയില്ല. കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ വിട്ടേക്ക്, ഫൈസൽ മുഹമ്മദ് പറഞ്ഞു. സുധീഷിൻ്റെ നോട്ടം പിന്നെയും നിരഞ്ജനയിലേക്ക് നീണ്ടു. നിങ്ങളുടെ 2 വീട്ടിലും ഈ സംഭവം ബോധ്യപ്പെടുത്തിയാൽ മതി. അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദത്തെടുത്ത കുഞ്ഞാണെന്ന സത്യം ഭൂമിയിൽ മറ്റാരും അറിയില്ല. കോട്ടയത്തേക്ക് പോകാതെ നിങ്ങൾ 2 വർഷം എറണാകുളത്ത് താമസിച്ചാൽ മാത്രം മതി. ഡെലിവറി ഇവിടെ നടന്നെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചുകൊള്ളും. സുധിയുടെ അച്ഛനും അമ്മയും എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് വിഷയം. സ്നേഹപ്രഭ ആശങ്കപ്പെട്ടു. എത്ര കാലം നിരഞ്ജനയുടെ പ്രോബ്ലം സുധിക്ക് വീട്ടിലറിയിക്കാതെ കൊണ്ടുപോകാൻ കഴിയും? ഫൈസൽ മുഹമ്മദ് ചോദിച്ചു. ആ സത്യം സുധി ഉടനെ വീട്ടിൽ അറിയിക്കുകയാണ് വേണ്ടത്. നോ, പെട്ടെന്ന് സുധീഷ് ശബ്ദിച്ചു. പ്രോബ്ലം ആർക്കാണെന്ന് പറയാതിരിക്കാനാണോ സുധി ശ്രമിക്കുന്നത്? സ്നേഹപ്രഭ ചോദിച്ചു. അല്ല, നിരഞ്ജനയെ വിചാരണ ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പ്രോബ്ലം എനിക്കാണെന്ന് പറയാൻ പോവുകയാണ് ഞാൻ. ഫൈസൽ മുഹമ്മദ് ആശ്ചര്യത്തോടെ നേരം സുധീഷിനെ നോക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ നീക്കം സുധിയുടെ അച്ഛനും അമ്മയും തടയില്ല, ഫൈസൽ മുഹമ്മദ് പ്രത്യാശിച്ചു. എങ്ങനെ തടയും? ഒരു പരിഹാസച്ചിരി സുധീഷിൻ്റെ ചുണ്ടിലൂറി. പെരുമ്പടപ്പ് കുടുംബത്തിൻ്റെ അനന്തരാവകാശിയായി ഒരു അനാഥ കുഞ്ഞ്, ഏതോ സ്ത്രീ പഴച്ച് പ്രസവിച്ച് ഉപേക്ഷിച്ച കുഞ്ഞ്. ഇതിൽ കൂടുതൽ എങ്ങനെ പക വീട്ടാൻ? എങ്കിൽ ഞാൻ പറഞ്ഞ വഴിക്ക് ചിന്തിച്ചുകൂടെ? സുധീഷ് നിരഞ്ജനയെ നോക്കി. പുറം കൈയാലെ അവൾ കണ്ണു തുടയ്ക്കുന്നത് കണ്ടു. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സുധി ഒന്ന് യെസ് മൂളിയാൽ മാത്രം മതി. പോലീസുകാർ അറിയാതെ ഈ ലോകത്ത് ഒന്നും നടക്കില്ല സുധി. ഞാനത് സാധിച്ചു തരും, വാക്ക്. ഫൈസൽ മുഹമ്മദ് ആവേശം കൊണ്ടു. SIT വിമൻസ് ഹോസ്പിറ്റൽ അങ്ങനെ എത്രയോ സർക്കാർ ആശുപത്രികൾ തിരുവനന്തപുരത്തുണ്ടെന്നോ?
പലതരക്കാരാ അവിടെ നിത്യവും വന്നടിയുന്നത്. കൂട്ടത്തിൽ അവിഹിത ബന്ധത്തിൽപ്പെട്ടവരുമുണ്ട്. അവരെ ചുറ്റിപ്പറ്റി റാക്കറ്റുകളുമുണ്ട്. ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് സർക്കാർ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ ആരംഭിച്ചത്. നിങ്ങൾക്ക് വേണ്ടത് ഓമനിച്ച് വളർത്താൻ ഒരു കുഞ്ഞാ. അത് ഏതോ സ്ത്രീയുടെ വയറ്റിൽ വളരുന്നുണ്ടാവും. പ്രസവിച്ച് ഉപേക്ഷിക്കാനുള്ള മനസ്സോടെ ആ സ്ത്രീ ദിനങ്ങൾ എണ്ണി കാത്തിരിപ്പുണ്ടാവും. ചപ്പാത്തിയിൽ വിരൽ കൊണ്ട് വരഞ്ഞ് സുധീഷ് കേട്ടിരുന്നു. അവൻ്റെ മനസ്സിനെ അത് സ്പർശിച്ചു കഴിഞ്ഞെന്ന് ഫൈസൽ മുഹമ്മദിന് മനസ്സിലായി. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങളുടെ കയ്യിലെത്തിയ കുഞ്ഞിനെ ഒരിക്കലും മറ്റൊരാൾ കൊണ്ടുപോകില്ല. സുധീഷ് മെല്ലെ മുഖമുയർത്തി. എനിക്കിതിൽ താല്പര്യമില്ല. പക്ഷേ നിരഞ്ജന ഉള്ളുകൊണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവളുടെ ആഗ്രഹത്തിന് ഞാനായി എതിര് പറയുന്നില്ല. അങ്ങനെ ഒരു ചോരക്കുഞ്ഞിനെ കിട്ടിയാൽ ഫൈസി വിവരം അറിയിച്ചുകൊള്ളൂ. എനിക്ക് പൂർണ്ണ സമ്മതം. നിരഞ്ജനയ്ക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. ഫൈസൽ മുഹമ്മദും സ്നേഹപ്രഭയും മുഖാമുഖം നോക്കി പുഞ്ചിരിച്ചു. അധിക കാലമൊന്നും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല, ഫൈസൽ മുഹമ്മദ് പറഞ്ഞു. കരച്ചിലടക്കാനാവാതെ നിരഞ്ജന എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. സുധീഷിനെ ചുറ്റി ചേർന്ന് കിടക്കുമ്പോഴും നിരഞ്ജന കരഞ്ഞുകൊണ്ടിരുന്നു. സാരമില്ല, നീ നിരഞ്ജനയ്ക്ക് വേണ്ടി എടുത്ത തീരുമാനമാണെന്ന് കരുതണ്ട. ഒരു പ്രതികാരവും എൻ്റെ മനസ്സിലുണ്ട്. അവൾ ഒന്നും പറഞ്ഞില്ല. ശ്രുതിക്കൊരിക്കലും അർച്ചനയെ മറന്നു കളയാൻ കഴിയില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന കാരുണ്യം മാത്രമാണ് തനിക്ക് കിട്ടുന്ന ദാനം. ഫൈസിക്ക് ഉറപ്പുണ്ടായിട്ടല്ലേ നമുക്ക് മോഹം തന്നത്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അയാൾ വിളിച്ചെന്ന് വരും. നമ്മൾ തയ്യാറായിട്ടിരിക്കണം. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ഈ ഫ്ലാറ്റിൽ തുടരാൻ പറ്റില്ല. കുഞ്ഞുമായി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ താമസം മാറണം. നമ്മുടെ കുഞ്ഞെന്ന് വേണം ഇനി എല്ലാവരും അറിയാൻ. അച്ഛനും അമ്മയും ഒഴികെയുള്ള മുഴുവൻ ബന്ധുക്കളും അത് മാത്രമേ വിശ്വസിക്കാവൂ. അത് മാത്രം. ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? നിരഞ്ജന സംശയിച്ചു. കഴിയണം. അടിക്കടി ഇങ്ങോട്ട് കയറി വരുന്നത് കിച്ചനാണ്. അവൻ മറ്റന്നാൾ UK പോവുകയല്ലേ. എന്തായാലും അച്ഛനും അമ്മയും മൗനം പാലിച്ചേ തീരൂ. ഈ കളിക്ക് കൂട്ടു നിൽക്കാതെ അവർക്ക് വേറെ വഴിയില്ല. ദൈവമേ, നിരഞ്ജന അവനോട് പറ്റിച്ചേർന്നു. മറ്റന്നാൾ കിച്ചൻ പോവുകയല്ലേ. നാളെ വൈകിട്ട് നമുക്ക് നടരാജൻ മാമയുടെ വീട് വരെ പോകണം. അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവും. അവിടെ വെച്ച് നീ പ്രഗ്നൻ്റാണെന്ന് അറിയിക്കണം. നിരഞ്ജന നടുങ്ങിപ്പോയി. സുധി, ഒരർഹതയുമില്ലാത്ത ഞാൻ എങ്ങനെ കളവ് പറയും? അവൾക്ക് കരച്ചിൽ വന്നു. അത് വേണം. കുഞ്ഞ് നമ്മുടേതായി തന്നെ വളരാൻ നമ്മൾ അത് ചെയ്തേ തീരൂ. വീട്ടിൽ വന്ന് സത്യം ഞാൻ അച്ഛനെയും അമ്മയെയും അറിയിച്ചു കൊള്ളാം. അതെനിക്ക് വിട്ടേക്ക്. എനിക്കതിനുള്ള ധൈര്യമില്ല. അവൾ ദീനയായി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. മറ്റൊരു വഴിയും നമുക്ക് മുന്നിലില്ല. നിന്നെ ആരും പഴിക്കില്ല. തകരാറ് എനിക്കാണെന്ന് വീട്ടിൽ പറയാൻ പോവുകയല്ലേ ഞാൻ പ്രഗ്നൻ്റാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും സമയത്തിന് കുഞ്ഞിനെ കിട്ടാതെ വരികയും ചെയ്താലോ? സുധി എന്താ അതേപ്പറ്റി ചിന്തിക്കാത്തത്? അവൾ എഴുന്നേറ്റിരുന്നു. പ്രഗ്നൻ്റ് ആവുന്നവരെല്ലാം 10 മാസം കഴിഞ്ഞ് പ്രസവിക്കണമെന്നില്ലല്ലോ. അബോർട്ടായെന്ന് പറയാമല്ലോ. അത്തരമൊരു റിസ്ക് വേണ്ട സുധി, അവൾ അപേക്ഷിച്ചു. വേണം ഫൈസിയെ, എനിക്ക് വിശ്വാസമുണ്ട്. ഞാനീ പറയുന്നത് നിരഞ്ജന അനുസരിച്ചേ തീരൂ. സുധീഷിൻ്റെ മനസ്സിലെരിയുന്നത് പകയുടെ കനലുകളാണെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീടൊന്നും അവൾ പറഞ്ഞില്ല. ബെഡിൻ്റെ ഒരു വശത്ത് അവൾ മരവിച്ചു കിടന്നു. പിറ്റേന്ന് വൈകുന്നേരം 6 മണിയോടെ സുധീഷും നിരഞ്ജനയും നടരാജൻ്റെ വീട്ടിലെത്തി. പ്രതീക്ഷിച്ചതുപോലെ വിശ്വനാഥനും ജയന്തിയും അവിടെ ഉണ്ടായിരുന്നു. ജയന്തി നിരഞ്ജനയെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു. അമ്മയുടെ മനസ്സിലിരുന്ന് വീർപ്പുമുട്ടുന്നത് എന്താണെന്ന് നിരഞ്ജനയ്ക്ക് അറിയാമായിരുന്നു. വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട് അവൾ ഉഴറി. എല്ലാവരും ഡൈനിങ് ഹാളിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നടരാജൻ ചോദിച്ചു, നിരഞ്ജനയ്ക്ക് എന്താ പറ്റിയത്? കേസ് വല്ലതും തോറ്റോ? കേസ് ജയിച്ച് നിൽക്കുക നടരാജൻ മാമേ, ചിരിയോടെ സുധീഷ് പറഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. കഴുത്തൊപ്പം ഉമിത്തിയിൽ നീറിപ്പുളകുകയായിരുന്നു നിരഞ്ജന. ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവൂ അവൾ. കൂസലില്ലാതെ സുധീഷ് തുറന്നടിച്ചു. എൻ്റെ കൃഷ്ണ! ഇരിപ്പിടത്തിൽ നിന്ന് ജയന്തി പിടഞ്ഞെഴുന്നേറ്റു. നിരഞ്ജനയുടെ പിന്നിൽ വന്ന് അവളുടെ മുഖം പിടിച്ച് ജയന്തി നെറ്റിയിൽ ചുംബിച്ചു പലതവണ. വിശ്വനാഥനും കോരിത്തരിപ്പോടെ ഇരുന്നു. ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ അളിയ. നടരാജൻ ആവേശം കൊണ്ടു. എവിടേക്കെങ്കിലും ഓടിപ്പോയി മുഖം ഒളിപ്പിക്കാനാണ് നിരഞ്ജന വെമ്പൽ കൊണ്ടത്. എന്നിട്ട് ഈ വിവരം എന്നെ അറിയിച്ചില്ലല്ലോ. ജയന്തി ആഹ്ലാദത്തിനിടയിലും പരിഭവപ്പെട്ടു.
അവളെ തന്നോട് അടക്കി പിടിച്ചു. ഞങ്ങൾ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തിട്ടാണ് വരുന്നത്. സുധീഷ് ചിരിയോടെ പറഞ്ഞു. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് ഗുരുവായൂരി വെച്ച് തന്നെ. ജയന്തി ഇമകൾ അടച്ചപ്പോൾ കണ്ണീർ തുളുമ്പി. വീട്ടിൽ അറിയിച്ചോ? വിശ്വനാഥൻ ആരാഞ്ഞു. ഇല്ല, നാളെ അതുവഴി മടങ്ങാനാ ആലോചന. ഭക്ഷണം കഴിക്കുമ്പോൾ മുഖമുയർത്താതെ സുധീഷ് പറഞ്ഞു. അളിയ, ഒരു ഹാപ്പി ന്യൂസ് കേട്ടുകൊണ്ടാണല്ലോ എൻ്റെ യാത്ര. ഒന്ന് ചെലവ് ചെയ്യിപ്പിക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല. കിച്ചൻ സങ്കടപ്പെട്ടു. നീ പോയിട്ട് വാടാ, അപ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞിന് വയസ്സ് 2 ആവും. എല്ലാ ചെലവും ഒന്നിച്ച് നടത്താം. സുധീഷ് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. ഇനി ഞാൻ പറയുന്നത് ദയവായി നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യത്തെ 2-3 മാസം നിരഞ്ജന വീട്ടിൽ തന്നെ നിൽക്കട്ടെ. ആ ഫ്ലാറ്റ് വിട്ടേക്ക് മോനെ. നിനക്ക് പോയി വരാം. ഈ സമയം റെസ്റ്റ് അത്യാവശ്യമാ, ജയന്തി അപേക്ഷിച്ചു. പെങ്ങള് പറഞ്ഞതിൽ കാര്യമുണ്ട് സുധി. പ്രിയയുടെ കാര്യം അറിയാലോ. വളരെ കാലം കൂടിയാ അവൾക്കൊരു ഭാഗ്യം ഉണ്ടായത്. 2-ാം മാസം അബോർട്ടായി പോയില്ലേ? നടരാജൻ ഉപദേശിച്ചു. മംഗലാപുരത്തുള്ള ഭാര്യ സഹോദരിയെ പറ്റിയാണ് അയാൾ പരാമർശിച്ചത്. അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം നടരാജൻ മാമേ. കുഞ്ഞ് ദൈവം തരുന്നതാ. യോഗമുണ്ടെങ്കിൽ അത് ഭൂമിയിൽ പിറന്നിരിക്കും. ബെഡ് റെസ്റ്റ് എടുത്തിട്ടൊന്നും കാര്യമില്ല, സുധീഷ് പറഞ്ഞു. ജയന്തി വിളർച്ചയോടെ വിശ്വനാഥനെ നോക്കി. അബോർട്ട് ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടും ദൈവം രക്ഷപ്പെടുത്തിയ കുഞ്ഞുങ്ങളുണ്ട്. ഒരു കെയറും കിട്ടാതെ എത്രയോ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഭൂമിയിലേക്ക് വരുന്നു. അതെല്ലാം വിധിയെന്ന് കരുതാം. ജയന്തിയുടെ മനസ്സ് പൊള്ളി. തൻ്റെ മകൻ്റെ ആദ്യത്തെ കുഞ്ഞ് അങ്ങനെ ഏതോ ഒരു പെണ്ണിൻ്റെ ഉദരത്തിൽ വളരുന്നുണ്ട്. താൻ പാതി ദൈവം പാതിയെന്നാ ചൊല്ല്. സുധി ഇത് നിസ്സാരമായി കാണരുത്. നടരാജൻ ഇഷ്ടപ്പെടാത്ത മട്ടിൽ പ്രതികരിച്ചു. ആ, ആലോചിക്കാം. ചിരി മായാതെ സുധീഷ് നിരഞ്ജനയെ നോക്കി. ആരെയും നേരിടാനാവാതെ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു അവൾ. വീട്ടിലേക്കുള്ള യാത്രയിൽ സ്വയം ഓർത്ത് സുധീഷ് ചിരിക്കുന്നത് നിരഞ്ജന ശ്രദ്ധിച്ചു. എന്നെ വെച്ച് സുധി പക വീട്ടി തുടങ്ങുകയാണല്ലേ? നിരഞ്ജന ഒരിക്കലും അങ്ങനെ പറയരുത്. നമുക്കൊരു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് സ്വാർത്ഥനാവുന്നുണ്ട്. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അവൾ പുറത്തേക്ക് നോട്ടമയച്ചു. മുന്നിൽ പോകുന്ന കാറിൽ ആഹ്ലാദം കൊണ്ട് അച്ഛനും അമ്മയും മതിമറന്ന് യാത്ര ചെയ്യുകയാണ്. അവിടേക്കാണ് സുധി അടുത്ത ബോംബ് പൊട്ടിക്കാൻ പോകുന്നത്. നിരഞ്ജനയ്ക്ക് ഞാനൊരു ദോഷവും വരുത്തില്ല. അതിൽ കവിഞ്ഞൊന്നും താനിപ്പോൾ ചിന്തിക്കണ്ട. 2 കാറുകളും പെരുമ്പടപ്പ് വീടിൻ്റെ ഗേറ്റ് കടന്നു. ജയന്തി അവരുടെ കാറിനടുത്തേക്ക് വരുന്നത് നിരഞ്ജന കണ്ടു. എനിക്കിനിയും ആക്ട് ചെയ്യാനാവില്ല. ഞാൻ കേട്ടത് കളവാണെന്ന് അമ്മയോട് പറയും. പറഞ്ഞോളൂ. പക്ഷെ മറ്റൊന്നുണ്ട്. നമ്മളിൽ പ്രോബ്ലം എനിക്കാണെന്ന് ഞാൻ പറയുമ്പോൾ താൻ ശബ്ദിക്കരുത്. സ്വയം ഏറ്റുപറച്ചിലിന് താൻ തുനിഞ്ഞാൽ പിന്നെ ആരും എന്നെ കാണില്ല. നിരഞ്ജന ഞെട്ടി. സത്യമാണ് ഞാൻ പറയുന്നത്. ഇനി എപ്പോഴും നിരഞ്ജനയുടെ മനസ്സിൽ അതുണ്ടാവണം. തിരുത്താൻ തുനിഞ്ഞാൽ നമ്മുടെ ജീവിതമാവും തിരുത്തപ്പെടാൻ പോകുന്നത്. അവൻ്റെ സ്വരത്തിൽ ഭീഷണിയുടെ ചുവയുണ്ടായിരുന്നു. ജയന്തി ഗ്ലാസിൽ തട്ടിയപ്പോൾ യാന്ത്രികമായി നിരഞ്ജന ഡോർ തുറന്നു. സ്നേഹവാത്സല്യങ്ങളോടെ ജയന്തി അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പരിഹാസത്തോടെ സുധീഷ് കണ്ടു. ഈ ആഹ്ലാദം വീണുടയാൻ പോവുകയാണ്. വിശ്വനാഥനും ജയന്തിയും നിരഞ്ജനയും ഹാളിൽ പ്രവേശിച്ച ശേഷമാണ് സുധീഷ് കടന്നു ചെന്നത്. മോളെ ഞാനിനി എറണാകുളത്തിന് വിടില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് മതി മോളിനി അങ്ങോട്ട് പോകാൻ. ജയന്തി അവളെ ചേർത്ത് പിടിച്ചു. അത് മതി, ഞാൻ അവിടെ വെച്ച് ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വിശ്വനാഥൻ സെറ്റിയിൽ ചെന്നിരുന്നു. നിരഞ്ജന വാതിലിനടുത്ത് കൈ കെട്ടി നിന്ന സുധീഷിനെ വേപതുവോടെ നോക്കി. അവൻ്റെ അനുവാദമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ജയന്തി സ്വരം ബലപ്പെടുത്തി. അച്ഛനും അമ്മയും ക്ഷമിക്കണം. തുടർന്ന് വാക്കുകൾ കിട്ടാതെ വികാരത്തള്ളലിൽ പെട്ടുപോയി അവൾ. ഒരു പെണ്ണും അനുഭവിക്കാത്ത നോവിലായിരുന്നു അവൾ. പകച്ച മുഖവുമായി വിശ്വനാഥൻ എഴുന്നേറ്റു. എന്താ മോളെ? ജയന്തി തിടുക്കപ്പെട്ടു. അത് സുധി പറഞ്ഞത് സത്യമല്ല. എനിക്ക് വിശേഷമില്ല. മുഖം കുനിച്ച് അവൾ പതുക്കെ പറഞ്ഞു. നടുക്കത്തോടെ ജയന്തിയും വിശ്വനാഥനും മുഖാമുഖം നോക്കി തരിച്ചു നിന്നു. സുധീഷ് അവിടേക്ക് നടന്നു. പിന്നെന്തിന് 4 ആളിൻ്റെ മുന്നിൽ വെച്ചൊരു കള്ളം പറഞ്ഞു? പറയടാ. വിശ്വനാഥൻ പൊട്ടിത്തെറിച്ചു. സുധീഷ് ഒരു കൊടുങ്കാറ്റ് കെട്ടഴിച്ചു വിടാൻ പോവുകയാണെന്നോർത്ത് നിരഞ്ജന കിടിലം കൊണ്ടു. മനസ്സിലൊരു ലക്ഷ്യം വെച്ച മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ ഒരു കളവ് പറയേണ്ടി വന്നത്. എന്ത് ലക്ഷ്യം? ഇടിവെട്ടും പോലെ വിശ്വനാഥൻ ചോദിച്ചു. ഉടനെ ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു. കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി. ജയന്തിയുടെ ഉടൽ കിടകിടെ വിറച്ചുകൊണ്ടിരുന്നു. മുഖം തിരിച്ച് സുധീഷ് തുടർന്നു.
മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം തകരാറ് എനിക്കാണ്. ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള കഴിവ് എനിക്കില്ല. ശിരസ് പൊട്ടിച്ചിതറിയതുപോലെയാണ് വിശ്വനാഥന് തോന്നിയത്. നോ. ജയന്തി അലറിയെങ്കിലും ഒച്ച പുറത്തു വന്നില്ല. പകയുടെ ഉന്മാദത്തിലായിരുന്നു സുധീഷ്. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന പ്രതീക്ഷ ഇനിയില്ല. ഡോക്ടർ അത് തുറന്നു പറഞ്ഞു. അനന്തരാവകാശി വേണ്ടേ? ആലോചിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് നിരഞ്ജന പറഞ്ഞു. അധികം വളർച്ചയില്ലാത്ത ഒരു ചോരക്കുഞ്ഞിനെ കയ്യിൽ കിട്ടാവുന്ന സാഹചര്യം ഒത്തുവന്നിട്ടുണ്ട്. കുഞ്ഞ് ഞങ്ങളുടേതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നിരഞ്ജന പ്രഗ്നൻ്റാണെന്ന് പറയാതെ പറ്റില്ലല്ലോ. അത് മനസ്സിൽ വെച്ചിട്ടാ നടരാജൻ മാമിയുടെ വീട്ടിൽ വെച്ച് ഞാനൊരു കള്ളം പറഞ്ഞത്. ഈശ്വര, എന്തൊക്കെ അസത്യങ്ങളാ ഞാനീ കേൾക്കുന്നത്. നിനക്കൊരു തകരാറുമില്ല മോനെ. ജയന്തി കരച്ചിലിനടിമപ്പെട്ടു. അമ്മ ആശ്വസിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ ചെയ്തതാ. നിരഞ്ജന പെർഫെക്റ്റ്ലി ഓക്കെ. എൻ്റെ കാര്യം അങ്ങനെയല്ല. നിരഞ്ജന കരഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ മുകളിലേക്ക് കയറിപ്പോയി. പൊട്ടിത്തെറിക്കാൻ മട്ടിൽ നിൽക്കുകയായിരുന്നു വിശ്വനാഥൻ. കല്ല് വെച്ച നുണയാണ് അവൻ പറയുന്നത്. അവൻ്റെ കുഞ്ഞ് മറ്റൊരു പെണ്ണിൻ്റെ ഉദരത്തിൽ വളരുകയാണ്. 2-3 മാസം കഴിയുമ്പോൾ അവനൊരു അച്ഛനാവും. എന്നിട്ട് പറയുന്നു അവനൊരു അച്ഛനാവാനുള്ള കഴിവില്ലെന്ന്. അതേ ചിന്ത തന്നെയായിരുന്നു ജയന്തിക്കും. മുഖത്ത് നോക്കടാ. വിശ്വനാഥൻ്റെ ഒച്ചയിൽ പെരുമ്പടപ്പ് വീട് കുലുങ്ങി. കൂസാതെ സുധീഷ് അച്ഛനെ നോക്കി. എന്താ നിന്റെ മനസ്സിലിരിപ്പ്? എന്നതാണെങ്കിലും തുറന്നു പറഞ്ഞു. സുധീഷ് അമ്പരപ്പ് ഭാവിച്ചു. അച്ഛൻ എന്താ ഇങ്ങനെ? വിശ്വനാഥൻ ഒരു വിഡ്ഢിയാണെന്ന് കരുതണ്ട. നിന്റെ തന്തയാ ഞാൻ. പക വീട്ടുകയല്ലേടാ നീ ഞങ്ങളോട്. ഞാനൊരു കോമാളിയാണെന്ന് കരുതിയോടാ നീ? എന്തിൻ്റെ പക? ആ ലോറിക്കാരൻ്റെ മകളെ കൈവിട്ടതിലുള്ള പക. വിശ്വനാഥൻ തുറന്നടിച്ചു. ഒരു പരിഹാസ ചിരി സുധീഷിലുണ്ടായി. നിങ്ങളോട് പക വീട്ടി ഞാൻ എന്ത് നേടാനാ? ഒരു ജീവിതകാലം മുഴുവനും ഒന്നിച്ച് ജീവിക്കേണ്ടവരാ ഞാനും നിരഞ്ജനയും. അതെന്താ അച്ഛൻ ഓർക്കാത്തത്? സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെന്ന് കരുതി ഞാൻ താലി കെട്ടി സന്തോഷത്തോടെ എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിനെ ചതിക്കാൻ എനിക്ക് കഴിയുമെന്നാണോ അച്ഛൻ കരുതുന്നത്? വിശ്വനാഥന് മറുവാക്കില്ലാതായി. ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ഞങ്ങളിത് വിശ്വസിക്കില്ല. നുണയാ നീ പറയുന്നത്. നിനക്കൊരു കുട്ടിയുടെ അച്ഛനാവാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. ഞങ്ങളെ പരീക്ഷിക്കരുതേ മോനെ. അമ്മ വീണ്ടും വീണ്ടും ഇത് ഉരുവിട്ടെന്ന് കരുതി സത്യം അതല്ലാതായി തീരുമോ? 1 മാസത്തോളമായി ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട്. എന്താടാ നിന്റെ പ്രോബ്ലം? സുധീഷ് ഒന്ന് പകച്ചു. മടിക്കണ്ട, പറഞ്ഞേ തീരൂ. എനിക്ക് സ്പെയിൻ കൗണ്ട് തീരെയില്ല. സുധീഷിൻ്റെ മുഖമടച്ച് വിശ്വനാഥൻ്റെ കനത്ത കൈ വീണു. നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങിപ്പോയി അവൻ. വീണ്ടും അടിക്കാതിരിക്കാൻ ജയന്തി അയാളുടെ മുന്നിലേക്ക് കയറി. അടിക്കുകയല്ല വേണ്ടത്, കൊന്നുകളയുക ബാസ്റ്റാർഡ്. തന്തയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞത് കേട്ടില്ലേടി? ഇവൻ ഇങ്ങനൊരു കളവ് പറയണമെങ്കിൽ ഇവൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം. നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടത് കുലമഹിമയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പെണ്ണും അവളിൽ പിറക്കുന്ന അനന്തരാവകാശിയുമല്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ ഒരു പാവപ്പെട്ട കുടുംബത്തെ നാടുകടത്തിയത്? എന്നിട്ടിപ്പോൾ എന്തായി? കുലമഹിമയുള്ള കുടുംബത്തിലെ സർവ്വയോഗ്യതകളുമുള്ള പെണ്ണിനെ മരുമകളായി കിട്ടി. പക്ഷേ ദൈവം നിങ്ങളെ ശിക്ഷിച്ചു മകനിലൂടെ. സുധീഷ് തിരിച്ചടിച്ചു. നിരഞ്ജന എൻ്റെ ഒപ്പം ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊരു തീരുമാനമെടുത്തത്. നിങ്ങൾക്കതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചേക്കാം. പിന്നെ അവൾ പ്രഗ്നൻ്റാണെന്ന് ഞാൻ പറഞ്ഞത് തിരുത്താനും തയ്യാറാ. എല്ലാവരും എല്ലാം അറിയട്ടെ. ഇനി എന്തു പറയണമെന്ന് നിശ്ചയമില്ലാതെ വിശ്വനാഥനും ജയന്തിയും സ്തംഭിച്ചു നിന്നു. ഇതൊരു ശാപം തന്നെയാണ്. അർച്ചനയുടെ കണ്ണീരിൻ്റെ വിലയാ എൻ്റെ ഈ വിധിക്ക്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഉള്ളിലടക്കിയ ആഹ്ലാദത്തോടെ സുധീഷ് മുകളിലേക്ക് നടന്നു. അവൻ മുകളിൽ ചെല്ലുമ്പോൾ ഹാളിലെ തൂണിൽ ചാരി കണ്ണുകൾ അടച്ചു നിന്ന് കരയുന്ന നിരഞ്ജനയെ കണ്ടു. അവൻ അരികിൽ വന്നു നിന്നത് അവൾ അറിഞ്ഞില്ല. അവൾ അവിടെ നിന്നെല്ലാം കേട്ടുവെന്ന് അവന് മനസ്സിലായി. സുധീഷ് അവളുടെ കവിളിലെ കണ്ണീർ തുടച്ചപ്പോൾ അവൾ ഞെട്ടി കണ്ണു തുറന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ വിങ്ങിക്കരയാൻ തുടങ്ങി. നിരഞ്ജനയെ നെഞ്ചോട് ചേർത്ത് അവൻ നെറ്റിയിൽ ചുംബിച്ചു. ഞാനിതെങ്ങനെ സഹിക്കും? ഇങ്ങനൊരു വിധി ഭൂമിയിൽ ഒരു പെണ്ണിനും ഉണ്ടാവില്ല. അവൻ അവളുടെ അധരങ്ങളിൽ വിരൽ വെച്ച് അമർത്തി. അരുത്, നമുക്ക് വേണ്ടതൊരു കുഞ്ഞിനെയാ. അതിനെന്ത് സഹിക്കണം? അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ച് അവൾ കരഞ്ഞു. വിശ്വനാഥൻ വെടികൊണ്ട വന്യമൃഗം കണക്കെ മുറിക്കുള്ളിൽ ഉഴറി നടന്നുകൊണ്ടിരുന്നു.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തലയ്ക്കുള്ളിൽ ഒരു പെരുപ്പ് അനുഭവപ്പെടുന്നത്. അവൻ കളവ് പറഞ്ഞത് തന്നെയാണോ? ജയന്തി കട്ടിലിലിരുന്നു. കളവല്ലാതെ പിന്നെന്താ? അവൻ്റെ കൊച്ച മറ്റൊരുത്തിയുടെ വയറ്റിൽ വളരുന്നത്. പ്രതികാരം തന്നെ അവൻ്റെ മനസ്സിൽ. ഇങ്ങനൊന്ന് പ്ലാൻ ചെയ്തിട്ടാ അവൻ നിരഞ്ജനയെ വിവാഹം ചെയ്യാൻ തയ്യാറായത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സത്യം അവനോട് പറയാനും കഴിയില്ലല്ലോ. ദൈവമേ, ഇതെന്ത് പരീക്ഷണം! നമ്മുടെ മനസ്സിലുള്ളത് മൂടി വച്ചേ തീരൂ. വിശ്വനാഥൻ മുന്നറിയിപ്പ് കൊടുത്തു. അവൻ്റെ വാക്കുകൾ വിശ്വേട്ടൻ കേട്ടതല്ലേ? എല്ലാം അവളോട് തുറന്നു പറഞ്ഞിട്ട് അവളെ ചതിക്കാൻ അവൻ തയ്യാറാവുമോ? നമ്മോട് പക വീട്ടിട്ട് എന്ത് കാര്യം സ്തുതിക്കുള്ളത്? വളരെ സന്തോഷത്തോടെയാ അവർ ജീവിക്കുന്നത്. ഒരു കുഞ്ഞെന്ന സ്വപ്നം വേണ്ടെന്ന് വെക്കാൻ മാത്രം വിധിയാണോ സുധി? മറ്റൊന്നുകൂടി നമ്മൾ ഓർക്കണം. നിരഞ്ജന ഒരു മണ്ടി പെണ്ണല്ല. അവളൊരു പ്രഗത്ഭയായ അഡ്വക്കേറ്റാ. വിശ്വനാഥൻ ഇരുത്തിയൊന്ന് മൂളി. മുമ്പൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നെന്ന കാരണം പറഞ്ഞ് ആരെങ്കിലും തനിക്കൊരു കുഞ്ഞു വേണ്ടെന്ന് കരുതുമോ? അയാൾ നടത്തം നിർത്തി. ജയന്തി എന്താ പറഞ്ഞു വരുന്നത്? ഇത്ര പെട്ടെന്നൊന്നും ഈ ഒരു കാര്യം പറഞ്ഞ് ആരും ഡോക്ടറെ സമീപിക്കില്ല. വിവാഹം കഴിഞ്ഞ സമയം മുതൽ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ അവളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ 4 മാസം കഴിഞ്ഞില്ലേ? അവർ ഒരു ഡോക്ടറെ കണ്ടതായി കൂടെ? എങ്കിൽ പിന്നെ അർച്ചനയുടെ കുഞ്ഞിൻ്റെ തന്തയാരാ? അതാണ് ഇപ്പോൾ എന്നെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യം. സുധിയുടെ കുഞ്ഞല്ല അവളുടെ വയറ്റിൽ വളരുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടുന്നതിൽ കാര്യമില്ലല്ലോ. അവൻ്റെ കുഞ്ഞ് തന്നെ അവളുടെ വയറ്റിലുള്ളത്. അതൊരു ചതിയാണെങ്കിലോ? വിശ്വനാഥൻ ജയന്തിയെ തറപ്പിച്ചു നോക്കി. എന്ത് ചതി? അവൾ പ്രഗ്നൻ്റ് അല്ലെന്നാണോ നീ പറയുന്നത്? ആ പെണ്ണ് പ്രഗ്നൻ്റ് ആണെന്ന കാര്യം പറഞ്ഞ് ആരും നമ്മളെ സമീപിച്ചിട്ടില്ല. അവൾ സുധിയുടെ ഫോണിൽ വിളിച്ച കോൾ കിച്ചൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്. രാജപ്പനെ വിളിച്ചു വരുത്തിയത് ഞാനാ. പ്രഗ്നൻ്റ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുഞ്ഞ് നമ്മുടെ മോൻ്റേതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അസത്യമാണെങ്കിലോ? എന്ന് വെച്ചാൽ അവൾക്ക് മറ്റാരെങ്കിലും സമ്മാനിച്ചതായിക്കൂടെ? അവൻ്റെ ഒപ്പം കണ്ണൂരിലേക്ക് ചാടി പുറപ്പെട്ടു പോയ പെണ്ണ അവൾ. അവൾ നല്ലവളാണെന്ന് എങ്ങനെ വിശ്വസിക്കും? ജയന്തിയുടെ ഒച്ച വിറച്ചു. ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. അതിന് ഞാനോ വിശ്വേട്ടനോ അവളെ കണ്ടിട്ട് കൂടിയില്ലല്ലോ. നീ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണല്ല അവൾ. അവൾ പ്രഗ്നൻ്റ് ആണെന്ന വാർത്ത നമ്മൾ അറിയുന്നത് സുധിയുടെ വിവാഹ തലേന്നാളാ. അന്ന് അവൾ 2 മാസം പ്രഗ്നൻ്റാ. കൃത്യമായി പറഞ്ഞാൽ സുധിക്കൊപ്പം അവൾ കണ്ണൂർ പോയിട്ട് 60 ദിവസം കഴിഞ്ഞിരുന്നു. അത് തന്നെ വ്യക്തമായ തെളിവല്ലേ? ജയന്തി ചിന്തിച്ചിരുന്നു. 11 വർഷത്തെ അടുപ്പം സുധിക്ക് അവളോടുണ്ടായിരുന്നു. അവളൊരു ചീത്ത പെണ്ണായിരുന്നെങ്കിൽ അവനത് തുടരുമായിരുന്നോ? ഒരിക്കലുമില്ല. രാജപ്പൻ്റെ പെൺമക്കളുടെ ഭാവിയെ കരുതി മാത്രമാണ് സുധിക്ക് നേരെ അവൾ മുഖം തിരിച്ചത്. ആ സത്യം സുധിക്കറിയാം. അവൻ്റെ മനസ്സിൽ നിന്ന് ആ പെണ്ണിറങ്ങിപ്പോകാത്തതിൻ്റെ കാരണം അതൊക്കെ കൊണ്ടാ. അവളുടെ കുഞ്ഞ് അവൻ്റേത് തന്നെ. വിശ്വനാഥൻ ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും വിശ്വേട്ടാ? ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അവൻ്റെ കുഞ്ഞ് മറ്റൊരിടത്ത് വളരുമ്പോൾ പിഴച്ച് പ്രസവിച്ച ആരെങ്കിലും ഉപേക്ഷിച്ചു പോയ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നത് വിശ്വേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉള്ളിലെ നടുക്കം മറച്ചു പിടിക്കാൻ വിശ്വനാഥന് കഴിഞ്ഞില്ല. ജയന്തി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വിശ്വേട്ടൻ ചിന്തിച്ചോ? എവിടെയോ അവനൊരു കുഞ്ഞിനെ കണ്ടുവച്ചിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടിട്ടാ നിരഞ്ജനയ്ക്ക് വിശേഷമുണ്ടെന്ന് തുറന്നടിച്ചത്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് അവൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്തെന്ന വാർത്തയാവും. വിശ്വനാഥനിൽ ഒരു ഉൾക്കിടലമാണ് ഉണ്ടായത്. നീ നിരഞ്ജനയെ വിളിച്ച് സംസാരിക്ക്. അവൾ എന്തു പറയുന്നെന്ന് അറിയട്ടെ. അവനെ തടയാൻ നമ്മുടെ മുന്നിലെ ഏക പോംവഴി അവൾ മാത്രമാണ്. വല്ലാത്ത തിടുക്കം വിശ്വനാഥനുണ്ടായി. ജയന്തി ചെന്ന് സെല്ലെടുത്തു. ഫോൺ റിങ് ചെയ്തപ്പോൾ കണ്ണുകൾ തുടച്ചിട്ട് നിരഞ്ജന എടുത്തു. ജയന്തിയാണെന്ന് അവൾ കണ്ടു. ബാത്റൂമിൽ നിന്ന് സുധീഷ് ഇറങ്ങി. ആരാ? അമ്മയാ. അവളുടെ ഒച്ച വിറച്ചു. അവൻ ചിരിച്ചു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അമ്മേ, മോളൊന്ന് താഴേക്ക് വാ. ശരി അമ്മേ. അവൾ കോൾ കട്ട് ചെയ്തു. താഴേക്ക് വിളിച്ചതാണല്ലേ? ഞാൻ എന്ത് പറയും സുധി? അവൾ നിസ്സഹായയായി. ഞാൻ പറഞ്ഞത് സത്യമെന്ന് വേണം പറയാൻ. എൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ നിരഞ്ജന ഉണ്ടായിരുന്നെന്ന് പതറാതെ പറയണം. അവൾ വിരൽ മടക്കി മിഴിയോരം തുടച്ചു. നിരഞ്ജന മുറിയിലേക്ക് വന്നു. രണ്ടുപേരുടെയും മുഖത്ത് നോക്കാനുള്ള കരുത്ത് അവൾക്കില്ലായിരുന്നു. ജയന്തി അവളുടെ അരികിലേക്ക് വന്നു. വലിയൊരു അഗ്നിപരീക്ഷയാ മോളെ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ തീരൂ. മോൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ. സുധിയെ അവിശ്വസിക്കേണ്ട കാര്യം എന്താ വെച്ചാ? ആരെങ്കിലും ഇങ്ങനെയൊരു കളവ് പറയുമോ?
ഒരു കുഞ്ഞിന് വേണ്ടിയല്ലേ എല്ലാവരും കൊതിക്കുന്നത്? അത്ര ഹൃദയവിശാലതയില്ലാത്ത ആളാണോ സുധി? കണ്ടോ, അവളെ പോലും അവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എനിക്ക് മനസ്സിലാവാത്തത് സുധി കളവ് പറയുകയാണെന്ന് അച്ഛനും അമ്മയും പറയാനുള്ള കാരണമാണ്. കാര്യമുണ്ട്, അവന് ഞങ്ങളോടുള്ള പക. എന്ത് പക? ഞാനത് വിശ്വസിക്കില്ല. അവനൊരു അഫെയർ ഉണ്ടായിരുന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവൾ തലയാട്ടി. ആ വിവാഹം നടത്തി കൊടുക്കാത്തതിന് എന്നോട് റിവഞ്ച് ചെയ്യുക എൻ്റെ മോൻ. സുധി അതൊക്കെ മറന്നു കളഞ്ഞ കാര്യമാണ്. ഇപ്പോൾ സുധിയുടെ മനസ്സിൽ അർച്ചനയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്നേക്കാൾ നന്നായി മറ്റാർക്കാണത് മനസ്സിലാക്കാൻ കഴിയുക? അച്ഛൻ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. അവൾ സുധിയെ ന്യായീകരിച്ചു. നിന്നെ അവൻ വിഡ്ഢിയാക്കുകയാ മോളെ. അവനിലുള്ള വിശ്വാസം കൊണ്ട് നീ അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. സത്യം പറ, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ട നീക്കങ്ങളൊക്കെ അവൻ ചെയ്തു കഴിഞ്ഞില്ലേ? എന്നിട്ടല്ലേ നിന്നെ കൂട്ടുപിടിച്ച് അവൻ ഇങ്ങോട്ട് വന്നത്? അവൾ ശിരസ് ചലിപ്പിച്ചു. വിശ്വനാഥൻ്റെ മുഖം കടുത്തു. ഇനി അവനൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായില്ലെങ്കിൽ കൂടി ഞാൻ അതിന് സമ്മതിക്കില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ മോൾ അതിനെ ശക്തിയായി എതിർത്തേ തീരൂ. അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉള്ളവളാ നീ. സുധി അങ്ങനെ കള്ളം പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞതിൽ സത്യമുണ്ടാവോ അച്ഛാ? ഒരു മാർഗവുമില്ലെങ്കിൽ എത്രയും നേരത്തെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതല്ലേ നല്ലത്? വിവാഹം കഴിഞ്ഞ് 4 മാസമല്ലേ ആയിട്ടുള്ളൂ. എന്തായാലും ഉടനൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മോൾ കർക്കശമായി പറയണം, വിശ്വനാഥൻ ആവശ്യപ്പെട്ടു. അച്ഛനും അമ്മയും ഇക്കാര്യത്തിൽ വാശി പിടിക്കരുത്. സുധിയുടെ തീരുമാനത്തിനെതിരെ പറയാൻ എനിക്ക് കഴിയില്ല. സുധിയുടെ തീരുമാനം തന്നെയാണ് ശരിയെന്ന ഞാനും കരുതുന്നത്. 2-3 മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടും. കുട്ടിയെ കണ്ടെത്തി തരാമെന്ന് ഒരാൾ വാക്ക് തന്നിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് വിശ്വനാഥന് മനസ്സിലായി. അവൾ അവനെ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഏതാനും മാസത്തിനുള്ളിൽ പെരുമ്പടപ്പിലേക്ക് ഒരനാഥ ശിശു കടന്നു വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിനക്ക് സുധിയും അർച്ചനയും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ആഴം അറിയൂ? അറിയാം. സുധി ഒന്നും മറച്ചു വെക്കാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന് ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി അവളെയും കൊണ്ട് അവൻ കണ്ണൂരിൽ പോയതും 2 നാൾ ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിച്ചതും അവൻ പറഞ്ഞോ? പറഞ്ഞു. വിശ്വനാഥൻ ജയന്തിയുടെ നേരെ തിരിഞ്ഞു. ജയന്തി, ഇനി ഇവളെ മറച്ചിട്ടെന്താ കാര്യം? ഇവൾ കൂടി അറിയട്ടെ. എങ്കിൽ മാത്രമേ അവൻ്റെ കള്ളക്കളി പൊളിക്കാൻ കഴിയൂ. ജയന്തി നടുക്കത്തിൻ്റെ മുൾമുനയിൽ നിന്നു. മോളെ, അവനൊരു തകരാറുമില്ല. അച്ഛൻ ഇതിങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണമെന്താ? നിരഞ്ജനിയുടെ മനസ്സിലൊരു ആളലുണ്ടായി. എനിക്കുറപ്പുണ്ടായിട്ട് നീ അറിയണം. സുധിയിൽ നിന്ന് അർച്ചന പ്രഗ്നൻ്റായ സത്യം ഉടൽ 2ആയി പകുത്തു മാറുന്നത് പോലെ നിരഞ്ജനയ്ക്ക് തോന്നി. നോവൽ തുടരും.